ഭൂരിപക്ഷം വരുന്ന ഹിന്ദുവിന് പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായും ആ ഹിന്ദുവിന് ജനാധിപത്യപരമായ സംവിധാനങ്ങളിലൂടെ അവരോട് ഓർത്ത് ജനാധിപത്യപരമായ സംവിധാനങ്ങളിലൂടെ അവർക്ക് പരിഹാരം കാണാൻ സാധിക്കില്ല. പിന്നെ എന്തിന് ഹിന്ദു ഐക്യവേദി? ഈ ചോദ്യമാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത്. ഇത് ഉത്തരവ് നമ്മുടെ മനസ്സിലുണ്ട്. എന്നിരുന്നാലും ഹിന്ദു ഐക്യവേദി ആവശ്യമാണോ എന്നതിലേക്കുള്ള ചില ദിശാസൂചകങ്ങൾ മാത്രം നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഈ സായം സംഘത്തിലെ ഞാൻ ഉദ്ദേശിച്ചത്. ഇവ നമുക്കറിയാം, നമ്മുടെ തൃക്കരിപ്പൂർ മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇതുവരെ പരിചയമില്ലാത്ത രീതിയിൽ നമ്മുടെ യോഗസ്ഥലത്തിന് മുന്നിലെ നിധി ശേഖരണത്തിനുള്ള ഒരു സാഹചര്യങ്ങളിൽ അതിനുള്ള ഒരു പ്രത്യേക സംവിധാനം നമ്മൾ ഒരുക്കിയിരിക്കുന്നു. പുല്ലുമേട് അയ്യപ്പന്മാർക്ക് വേണ്ടിയുള്ള ദുരിതാശ്വാസത്തിൽ അവരുടെ സഹായ നിധി പിരിക്കാൻ വേണ്ടി ഹിന്ദു ഐക്യവേദിയുടെ സമ്മേളനങ്ങൾ നടത്തുന്ന സ്ഥലത്തെല്ലാം തന്നെ ഇതുപോലൊരു സംവിധാനം. എന്റെ 3 പരിപാടികൾ ഞാൻ പറഞ്ഞു. അമ്പലത്തേക്കുള്ള ജന പിന്തുണയാണ് ഈ കാര്യത്തിൽ എടുക്കുന്നത്. കാരണം ഓരോരുത്തരും ഒരിക്കൽ കൊണ്ടുവന്ന് ഈ നിധിയിൽ സമർപ്പിച്ചത് വേദിയിൽ നിന്ന് കണ്ടെത്തിച്ചത് ഒരിക്കൽ സാധാരണഗതിയിൽ സമർപ്പിച്ച് തിരിച്ചുപോയി സ്ഥലത്ത് എന്നാൽ അവർക്ക് തോന്നും, അല്ല ഞാൻ കൊടുത്തത് മതിയായി, ഞാൻ കൊടുത്തത് പോരെ, ഇതെല്ലാം തരത്തിലാണ്. എന്നാൽ തിരിച്ചു വന്ന് അതേ വ്യക്തി തന്നെ വീട്ടിൽ ചിലപ്പോൾ വണ്ടിക്കുലികളുടെ കാശ് മാറ്റി വെക്കുന്നത്. ആ തിരിച്ചു പോകാനുള്ള വണ്ടിക്കുലിയുടെ കാശ് മാറ്റി വെച്ച് തിരിച്ചു വന്ന് ആ അയ്യപ്പന്മാരുടെ സഹായ നിധിയിൽ സമർപ്പിച്ചു പോകുന്നതിന് വേദിയിൽ ഇരുന്നിട്ട് ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ചിന്തിക്കുക, എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു വൃത്തിക വെക്കേണ്ടിയിരുന്നു? പുല്ലുമേട് അയ്യപ്പന്മാരെ സഹായിക്കാൻ വേണ്ടിയിട്ട്, ദുരിതത്തിൽപ്പെട്ട അയ്യപ്പന്മാരുടെ കുടുംബങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നിധി സ്വരൂപിക്കേണ്ടി വരും, ഇങ്ങനെ ഒരു വൃത്തിക വെക്കേണ്ടി വന്നു? ഹിന്ദു ഐക്യവേദി ആവശ്യമാണോ എന്ന ചോദ്യം പശ്ചാത്തലത്തിൽ നമ്മുടെ മനസ്സിൽ കിടക്കട്ടെ. ജനുവരി 14-ാം തീയതിയാണ് നാടിനെ നടുക്കിയ ആ ദുരന്തം ഉണ്ടായത്. അത് കഴിഞ്ഞ് 1 മാസവും 5 ദിവസവും കഴിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളും തമ്മിൽ കണ്ടുപിടിക്കുന്നത്. പുല്ലുമേട് ദുരന്തം നടന്ന 1 മാസവും 5 ദിവസവും കഴിഞ്ഞു. നേരത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി പുല്ലുമേട് ദുരന്തം നടന്നപ്പോൾ സന്ദർഭത്തിനൊത്ത് ഉയർന്നു പ്രവർത്തിച്ചു. സ്പെഷ്യൽ ഹെലികോപ്റ്റർ ചാർട്ടർ ചെയ്ത് അദ്ദേഹം ദുരന്ത ഭൂമിയിലെത്തി. അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു 5 ലക്ഷം രൂപ പുല്ലുമേട് മരിച്ച അയ്യപ്പന്മാർക്ക് കൊടുത്തു. ഇവിടെ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ കാര്യമാണ്. തികച്ചും ഒരു കുരുക്ഷേത്ര യുദ്ധത്തിന് ഒരു സന്ദർഭം, ഒരു രംഗം ഒരു അമർത്തിക്കേണ്ടി. കുരുക്ഷേത്ര യുദ്ധത്തിൽ ദ്രോണനെ നീക്കാൻ വേണ്ടി സത്യസന്ധനായ യുധിഷ്ഠിരനെ കൊണ്ട് കള്ളം പറയിപ്പിക്കാൻ പറ്റുന്ന കള്ളം പറഞ്ഞില്ല. അവസാനം ഒരു നീക്കുപോക്കി വെച്ച് ദ്രോണപുത്രൻ മരിച്ചു എന്ന് പറയണമെന്നാണ്. അപ്പോ യുധിഷ്ഠിരൻ അവിടെ നിന്നുകൊണ്ട് ഉറക്കപ്പൻ അശ്വത്ഥാമാഹത, അശ്വത്ഥാമനെ വധിച്ചു. അശ്വത്ഥാമാവനെ വധിച്ചു. പക്ഷെ അത് സത്യമല്ല. അതിന്റെ കൂടെ അപ്പൊ പതുക്ക പറഞ്ഞു, ഉറക്ക പറഞ്ഞു. അശ്വത്ഥാമാഹത എന്ന് ഉറക്ക പറഞ്ഞു, പതുക്ക പറഞ്ഞു ആനയാണ്. അശ്വത്ഥാമാവ എന്ന പേരുള്ള ആനയാണ് കൊന്നത്. പക്ഷെ ദ്രോണപുത്രനാണെന്ന് മനസ്സിലാക്കി ഉറക്കെ പറഞ്ഞു. ഇതുപോലെ മുഖ്യമന്ത്രി ഉറക്കെ പറഞ്ഞു 5 ലക്ഷം രൂപ അയ്യപ്പന്മാർക്ക് കൊടുത്തു. പതുക്കെ പറഞ്ഞു ദേവസ്വം ബോർഡുമായിട്ട് ആലോചിച്ചിട്ട് വരുന്നത്. ദേവസ്വം ബോർഡുമായിട്ട് ആലോചിച്ചിട്ട് 5 ലക്ഷം കൊടുത്തു. ഉറക്കെ പറഞ്ഞു ദേവസ്വം ബോർഡുമായിട്ട് ആലോചിച്ചിട്ട് പതുക്കെ പറഞ്ഞു. പിറ്റേ ദിവസം പത്രങ്ങളിലൊക്കെ ഹെഡിങ് വന്നു 5 ലക്ഷം കൊടുത്തു. 4 ദിവസം കഴിഞ്ഞ് ഇതിപ്പോ ആണ് നടക്കുന്നത്. കൊടുത്തു സമാധാനമായിട്ട് സന്ദർഭത്തിനൊക്കെ ഉയർന്നു 5 ലക്ഷം കൊടുത്തു. പത്രങ്ങളുടെ തലക്കെട്ട് വിധിച്ചു വെച്ചു. പത്രങ്ങളിൽ വന്നില്ല, ദേവസ്വം ബോർഡുമായിട്ട് ആലോചിച്ചിട്ട്. ദേവസ്വം ബോർഡുമായിട്ട് ആലോചിച്ചാലോ ഈ 1 മാസം കഴിഞ്ഞ് ആലോചന നടന്നു. അത് നടക്കാൻ ദേവസ്വം ബോർഡ് അങ്ങനെ ഹൈക്കോടതിയുടെ നിർദ്ദേശമാണ്. അവരത് ഞങ്ങളെ കൊണ്ടൊന്നുമില്ല. ഹൈക്കോടതിയുടെ നിർദ്ദേശമാണ്. ഭരണകാശ് കണക്കണമെങ്കിൽ അത് സാധ്യതയില്ല. അപ്പൊ ഫലത്തിൽ 1 മാസം 5 ദിവസവും കഴിഞ്ഞു. നേരിട്ടും അല്ലാതെയും 10,000 കോടി രൂപ സർക്കാർ ഖജനാവിലേക്ക് എത്തിക്കുന്ന അയ്യപ്പന്മാരാണ് പുല്ലുമേട് കിടന്നു മരിച്ചത്. ഈ 1 മാസം 5 ദിവസം കഴിഞ്ഞിട്ട് ആതിഥേയ സംസ്ഥാനമായ കേരളം എന്ത് കൊടുത്തു? ആ ശവം അവിടെ കൊണ്ട് കൊടുത്തു. നമുക്ക് വലിയ കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ കൊണ്ട് കൊടുത്തു. ആ 108 ശവങ്ങൾ ഇത് അവിടെ കൊണ്ട് കൊടുത്തതോടുകൂടി കേരള സർക്കാർ കൈവഴിക്കും. 108 കഴിഞ്ഞു. ഈ കുടുംബങ്ങളെ പറ്റി അന്വേഷിച്ചു. കയ്യിൽ അഭിനയിക്കാൻ കാശെടുത്ത് ചൂർന്നു വന്നവരല്ലേ. ഉള്ളിലെ ഭക്തിയുടെ കാരുണ്യം വീണത്. സ്വന്തം ദാരിദ്ര്യത്തിന്റെ ദേഹത്തിന്റെ വില ഉണ്ടികേരിട്ട് വെച്ചിട്ട് അത് കൂട്ടിവെച്ച് തീർത്ഥാടനം വന്നത്. ഇനി അത് വലിയൊരു ഭാര്യയുടെ
തയ്യാറായിരിക്കുന്നത്. ആ കുടുംബത്തെ വേഗമാണോ ഇല്ലയോ എന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത കേരളീയ സമൂഹത്തിനില്ല, കേരളീയ ഭരണകൂടത്തിനില്ല. ആണ് പോയത് കാശുകൊണ്ട് തിരിച്ചിരിക്കുന്ന ഉറപ്പം. ആണ് പോയ ദുഃഖം എന്നും ദുഃഖമാണ്. പക്ഷെ ഇല്ലതായ രാത്രിയോളം വലുതായിട്ട് രാത്രിയെന്നാണ്. ദാരിദ്ര്യ ദുഃഖത്തോളം വലുതായിട്ട് ദുഃഖമില്ല. ഏത് പ്രിയപ്പെട്ടവർ പോയാലും വിശക്കുന്ന നേരത്ത് നായി കഴിഞ്ഞ് ആർക്കായാലും കുടിച്ചേ വെച്ചുള്ളൂ. അപ്പൊ ആ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ദുഃഖത്തിന്റെ പുറമെ അവരെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടാൻ എന്തേ നമുക്ക് വഴിയില്ലാതിരുന്നത്? എന്തേ ഇതുവരെ മര്യാദയ്ക്ക് എത്തിക്കാൻ സാധിക്കാത്തത്? സംഘടനമായ ഹൈന്ദവ സമാജം കുറവില്ലാത്തത് കൊണ്ട് എത്തിച്ചു കൊടുക്കാൻ കഴിയാത്തത്. ഇനി ദേവസ്വം ബോർഡുമായി ആലോചിച്ച എന്ന മുഖ്യമന്ത്രിയുടെ വാചകത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. കേരളത്തിൽ അപകടം ഉണ്ടാകുന്നത് ആദ്യമില്ല. അനവധി നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തട്ടേക്കാട് ബോട്ട് ദുരന്തം ഉണ്ടായിട്ടുണ്ട്, തേക്കടി ബോട്ട് ദുരന്തം ഉണ്ടായിട്ടുണ്ട്, ചാലിയാറിൽ തോണി മുങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് അപകടങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിനൊക്കെ തന്നെ ഭരണകൂടം നഷ്ടപരിഹാരം കൊടുക്കാറുണ്ട്. തട്ടേക്കാട് ബോട്ട് ദുരന്തം ഉണ്ടായപ്പോൾ വിനോദസഞ്ചാര വകുപ്പുമായി ആലോചിച്ച് നഷ്ടപരിഹാരം കൊടുക്കാമെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. വിനോദസഞ്ചാര വകുപ്പിന്റെ ഭാഗമായിട്ടുള്ള ഒരു തീർത്ഥാടനത്തെ നടന്നിട്ടുണ്ട്. തേക്കടി ബോട്ട് മുങ്ങിയപ്പോൾ വിനോദസഞ്ചാര വകുപ്പുമായി ആലോചിച്ച് കൊടുക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. ചാലിയാറിൽ തോണി മുങ്ങി മരിച്ചത് ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളായിരുന്നു. ഒരു പ്രൈവറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് തോണി മുങ്ങി മരിച്ചത്. വിദ്യാഭ്യാസ വകുപ്പുമായി ആലോചിക്കട്ടെ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മുഴുവൻ സ്കൂൾ കുട്ടിയാണ്. സ്കൂൾ വിട്ട് എത്ര നേരത്താണ് അപകടമുണ്ടായത്? ശരി, വിദ്യാഭ്യാസ വകുപ്പുമായി ആലോചിച്ച് ധനസഹായം കൊടുക്കാമെന്ന് പറഞ്ഞു. കഴിഞ്ഞില്ല. അതൊരു പ്രൈവറ്റ് എയ്ഡഡ് സ്കൂളാണ്. ശരി, മാനേജറിന് നോക്കിയാണ് കൊടുക്കാം. മാനേജറുമായി ആലോചിച്ചുകൊണ്ട് കൊടുക്കാം. മാനേജർ സ്കൂളിലാണ് ഉദ്യോഗമുള്ളത്. മാനേജറുമായി ആലോചിച്ച് നമ്മൾ ചെയ്യാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലല്ലോ. അപകടം നടന്ന ഒരാഴ്ചക്കുള്ളിൽ പണം വീടുകൊണ്ടെത്തിയില്ലേ? എന്റെ അയ്യപ്പന്റെ വീടുകളിൽ എത്ര ഹിന്ദുക്കളായിരുന്നുണ്ടോ? അവര് 102 ഹിന്ദുക്കളായിരുന്നുണ്ടോ? തട്ടേക്കാട് ബോട്ട് ദുരന്തത്തിൽ വിനോദസഞ്ചാരമാണ് കുറവുണ്ടായത്. സഹായമോ അല്ലെങ്കിൽ സമ്മർദ്ദമോ വേണ്ടായെങ്കിൽ ചാരിയാറുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെയോ പ്രൈവറ്റ് മാനേജറിന്റെയോ സഹായം വേണ്ടായെങ്കിൽ അയ്യപ്പന്മാർ മരുന്നപ്പോൾ മാത്രം ഭരണാധികാരിയുടെ കയ്യിൽ വാങ്ങിയിട്ട് കൊടുക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്ന ഈ വ്യവസ്ഥയിൽ ഇതെങ്ങനെയാണ്? ആ കുടുംബങ്ങളുടെ ദാരിദ്ര്യം കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ വിശദീകരിക്കുന്നത്. ആ പാവപ്പെട്ട കുടുംബങ്ങളെ ദത്തെടുക്കാൻ അവരെ കഞ്ഞിക്ക് വേണ്ടി കണ്ടരുത്. അവരുടെ കുട്ടികൾ പഠിപ്പിക്കാൻ ആളില്ലാതെ ബുദ്ധിമുട്ടരുത്. അത് കേരളത്തിലെ ഹൈന്ദവ സമാജത്തിന് ഏറ്റെടുക്കാൻ കഴിയും എന്ന ഉറപ്പോട് കൂടിയാണ് നമ്മൾ ഇതുപോലൊരു വിധിശേഖരണത്തിന് പുറപ്പെടുന്നത്. നമുക്കൊരു പക്ഷേ ഒരു നേരത്തെ ആഹാരം വേണ്ട എന്ന് വിചാരിച്ചാൽ അവരുടെ വീട്ടിലെ ഒരു നേരമെങ്കിലും അന്നം കിട്ടാൻ അത് ഉപകരിക്കുമെങ്കിൽ, ഒരാളെങ്കിലും ഒരു ഉള്ളി കഞ്ഞി വീട്ടാൻ അതുകൊണ്ട് സാധിക്കുമെങ്കിൽ അത് കൃതാർത്ഥതയോടെ അയ്യപ്പ സ്വാമിക്കുള്ള ആരാധനയായി ചെയ്യാൻ കേരളത്തിലെ ഹൈന്ദവ സമാജം മുന്നിട്ട് വരുന്നു. പക്ഷെ അതോടൊപ്പം നമ്മുടെ ഉള്ളിൽ വേദനയുണ്ട്. ഇത് എന്തുകൊണ്ട് സർക്കാർ ചെയ്യേണ്ട ഈ കാര്യം 5 ലക്ഷം വളരെ നിസ്സാരമായ ഒരു തുകയാണ്. കാരണം നേരിട്ട് മല്ലാതെ 3000 കോടി രൂപ നിരനാവിലേക്ക് എത്തിക്കുന്നതാണ് അയ്യപ്പന്മാര്. എന്നിട്ടും എന്തുകൊണ്ട് 5 ലക്ഷം വളരെ കുറവ്? തീർച്ചയായും 10 ലക്ഷം പ്രഖ്യാപിക്കുകയും കൊടുക്കുകയും ചെയ്യാൻ ഭരണകൂടത്തിനെ കൊണ്ട് ഒരു നഷ്ടം ഉണ്ടാവില്ല. അതിനവർക്ക് അർഹതയുണ്ട്. പ്രഖ്യാപിച്ച 5 ലക്ഷം പോലും കൊടുക്കാത്തൊരവസ്ഥ എന്തുകൊണ്ടുണ്ടാവില്ല? ഇവിടെയാണ് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്. കുഞ്ഞുമേട് നിരന്തരം നടന്ന് ഒരു മാസം കഴിഞ്ഞ് ഒരാഴ്ചയോളം